ഒരു തുപ്പി എടുക്കണം. ഓക്കെ സെറ്റ് അടിക്കുന്നു. പിന്നെ എൻ്റെ ഉള്ള പൈസയ്ക്ക് മാത്രമേ എടുക്കാവൂ. പാർട്ടി എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പൈസ നോക്കിയെടുക്കണം. ഏതാ വേണ്ട? വലിയ പൈസ എൻ്റെ ഇല്ല. നോക്കി അതൊരു ഇരിപ്പുണ്ട്. നല്ല നീ ഇതെല്ലാം അടിക്കുള്ളൂ. ഞാനിത് അടിക്കുള്ളൂ. ഇത് ശരി തുടങ്ങി 930 രൂപ. എങ്ങനെ വാങ്ങിക്കും നമുക്ക് കേട്ടോ? ഇത് റേറ്റ് കൂടുതൽ. എൻ്റെ ഇത്ര പൈസ ഒന്നുമില്ല. ചില അതെടുത്താലോ? ഏതുണ്ട്? അതിന് റേറ്റ് കൂടുതലാണ്. ഇത് നോക്കി, ഇത് 860 രൂപ. നീ ഉണ്ടായി നമുക്കൊരു കാര്യം ചെയ്യാം. നൈസായിട്ട് എന്ത് ചെയ്യും? നൈസായിട്ട് പോക്കറ്റ് കയറ്റിട്ടാണ് കൊണ്ടോ. ഇത്ര സ്റ്റാഫ് നിങ്ങൾ ചേർന്ന് നൈസായിട്ട് എടുത്ത് അടി വാങ്ങിക്കൂല. കിട്ടില്ല. ഇത് നമ്മൾ കുറെ ഉണ്ട്. അപ്പൊ ഇത് സെയിം ബിസിനസ് തന്നെയല്ലേ? സ്ഥിരമല്ല, വല്ലപ്പോഴൊക്കെ പൈസ ഇല്ലാത്തപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഈ ടാക്സി വാങ്ങിക്കണ മതി. വെള്ളം കാര്യങ്ങൾ സുഖിയുടെ പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പൊ ഇത് നമ്മുടെ വേറൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇതിപ്പോ നമ്മുടെ പവർ ഹൗസ് റോഡിലെ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിൽക്കുന്നത് അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ മദ്യത്തുപ്പിൽ മോഷണം പോകുന്നത് പവർ ഹൗസ് റോഡിൽ ആണെന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ സെയിൽ, അതായത് കോടിക്കണക്കിന് രൂപയുടെ സെയിൽ നടത്തുന്നത് ഈ പവർ ഹൗസ് റോഡ് ബിവറേജാണ്. ഇപ്പോൾ ഈ മിഷൻ പറയാനുള്ള പ്രധാന കാരണം എന്താ നമുക്ക് ഇവിടുത്തെ മാനേജർ തന്നെ ചോദിച്ചറിയാം. അപ്പം ഈ പുതിയ എന്താണ് ഒരു മിഷനും കാര്യങ്ങളാണ് പവർ ഹൗസ് റോഡിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മിഷൻ ഇവിടെ തന്നെ വരാൻ കാരണം എന്ന് വെക്കാം. ഇവിടെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇവിടുത്തെ ജീവൻ ജിഹാസ് സാറുണ്ട്. ഈ ഒരു മിഷൻ ഇവിടെ തന്നെ കൊണ്ടുവരുന്ന കാരണം എന്താണ്? നമ്മളിവിടെയുള്ളതിൽ സെയിൽ കൂടിയ കടകളിലൊന്നാണ്. ക്രിസ്മസിനും ഓണത്തിനും മറ്റേ സെയിൽ വരുമ്പോൾ പവർ ഹൗസ് റോഡിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് വാർത്തകളിലൊക്കെ. ഇത് സെയിൽ വളരെ കൂടിയ, അതല്ലെങ്കിൽ തന്നെ റെഗുലർ ഡേയ്സിലും സെയിൽ വളരെ കൂടിയൊരു ഷോപ്പാണ്. അപ്പോൾ പീക്ക് ഹവേഴ്സ് ആഫ്റ്റർ 6 o'clock വരുമ്പോൾ നല്ല റഷായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് മോഷണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യം നമുക്ക് മാനേജ്മെന്റ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോഷണം എങ്ങനെയാണെന്നുള്ള അറിയുന്നത്, അതായത് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത് സ്റ്റോക്ക് എടുക്കുമ്പോൾ കുറവ് വരും. അതിലുപരി ചിലപ്പോഴൊക്കെ നമുക്ക് ഈ നമ്മൾ സർവൈലൻസ് ക്യാമറയുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്താറുണ്ട്. അങ്ങനെയും പിടിക്കപ്പെടാറുണ്ട്. ചിലതൊക്കെ കൊണ്ടുപോയതിന് ശേഷമാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയം നമ്മളുടെ MD മാഡത്തിനോട് ഞങ്ങൾ കാര്യം CMD-യോട് പലപ്പോഴായി ഞങ്ങൾ ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ മെഷീൻ? ഇത് അവർ ഡയറക്റ്റായിട്ട് ഓഫീസിൽ നിന്നും അവരാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് വന്നപ്പോൾ ആരെങ്കിലും പിടിക്കപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ നിലവിൽ ഇത് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു അവയർനെസ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പം തന്നെ കസ്റ്റമേഴ്സ് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ TV-യിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്നതുകൊണ്ട് വരുന്നവർ കുറച്ചുകൂടി അലർട്ടാണ്. ഓൾറെഡി ഒരു മുൻകരുതൽ കൊടുക്കുകയാണ്. നമ്മളെന്താണ് വീട്ടിൽ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ മെഷീനുണ്ട്, കുപ്പി മോട്ടിച്ചാൽ നിങ്ങൾ പിടിക്കപ്പെടുന്ന ഒരു വാർത്തയോടെ ആവുകയാണ്. അപ്പം ഒരു ഭയം എന്നുള്ളതൊരു പ്രധാന ഘടകമാണല്ലോ. നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകത്തില്ല. ഒരു പരിധിവരെ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഷീൻ പറഞ്ഞത്. പറഞ്ഞത് ഇനി മുന്നോട്ടും മറ്റ് വെബ്സൈറ്റിലോട്ട് മാറ്റുന്ന പ്ലാൻ ഉണ്ടോ? അത് ഇവിടുത്തെ സക്സസ് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കുടിയന്മാരുടെ ശ്രദ്ധയ്ക്ക്, ഇനി പവർ ഹൗസ് റോഡിൽ മദ്യം വാങ്ങി വന്ന് കുപ്പി എടുത്തുകൊണ്ട് പോയാൽ പിടിക്കപ്പെടും എന്നൊരു സൂചനയാണ് ഇന്നലെ മുതൽ പല വാർത്താ മാധ്യമങ്ങളിലും വന്നത്. എന്തായാലും ഇനി ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളെ സൂക്ഷിക്കാൻ ക്യാമറ കണ്ണുകൾ മാത്രമല്ല, ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. പൈസ കൊടുക്കുക, എന്താ മദ്യപാനം പ്രോത്സാഹിപ്പിക്കില്ല എന്നല്ല ഒരിക്കലും. നിങ്ങൾ വരുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ മാത്രം മദ്യം വാങ്ങുക. എന്തായാലും ഈ ഒരു യന്ത്രം ഇവിടെ വന്നിട്ടുണ്ട്, മെറ്റൽ ഡിറ്റക്ടർ വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, മോഷണം പിടിക്കപ്പെടുകയും ചെയ്യും. പവർ ഹൗസ് റോഡിൽ വെബ്സൈറ്റിൽ നിന്ന് ക്യാമറമാൻ ശരത്തിനൊപ്പം റിപ്പോർട്ടർ ശ്രീറാമും അഭിലാഷും.